ഞാൻ ഇപ്പം വായിക്കാന്നല്ലേ. രാമ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമനെ ചിന്തിച്ചു ദുഃഖിക്കയായി വെറുതെ ആകരുമേ കോമളകാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടീരുവിനേവരും. രാമസീതാദത്തു. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു, താമര സാക്ഷാൽ നാമാദിനാരായണൻ. ലക്ഷ്മണനായത് അനന്തൻ ജനകജാ ലക്ഷ്മി ഭഗവതി ലോകമായ മായാഗുണങ്ങളെ താൻ അവലംബിച്ചു കായവേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സമ്പന്നനായി പ്രപഞ്ചാദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വര. ആദ്യനജൻ പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായു ദിവ്യ വല്ലഭൻ സംഭരിക്കുന്നതും വൈവസ്വതമനു ഭക്തിപ്രസന്നനായി ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കിക്കൊടുത്തിതു രാഘവൻ. പാദോനിധി മദനെ പണ്ടു അന്നരം പാതാളലോകം പ്രവേശിച്ചിരു നേരം നിഷ്ഠൂരമായൊരു കൂർമാകൃതി പൂണ്ട പുഷ്ടേ ഗിരീന്ദ്രം ധരിച്ചിതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു കൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിപ്പിച്ചു. കാരണവാരിധി തന്നെ നീ കളിച്ചതും കാരണപുരുഷനാവുമീ രാഘവൻ. നിർഹാദ്രമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരനായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശുവിൻ പശുപുത്രൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീ വരനിവൻ പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതിൻ ഭക്തനായൊരു മഹാബലിയോടു ചെന്നർപ്പിച്ചു മുന്നണിയാക്കി ജഗത്രയം. സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ ധാത്രീസുരദേശികളായി ജനിച്ചോരു ധാത്രീ പതികുലനാശം വരുത്തുവാൻ രാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുധാവരനായി പിറന്നീതിനാൻ രാത്രി ജരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിവാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യനജൻ പരമാത്മാപരപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവന്യൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിവനത്തിനു ഏവഹിതാർത്ഥം ഗമിക്കുന്നതിന്നതിൻ കാരണം മന്ദരയല്ല കൈകേയിയെല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജാ ദൃഷ്ടിസ്ഥിതിലയ കാരിണി തന്നോടും പുഷ്ടപ്രമോദോടും
വിനോദം പുറപ്പെട്ടതിന്നിപ്പോ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനും അരുൾ ചെയ്തു. നക്തഞ്ജനായ എന്നെ ഈ ഗ്രഹത്തിനു തന്നെ വ്യക്തം ധനത്തിനു നാളെ പുറപ്പെടും എന്നത് മൂലം ഗമിക്കുന്നു രാഘവൻ. നിന്നുടെ വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിക്കായി കാരുമേ രാമേതി ജപിപ്പതിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്തനോ മൃത്യുഭയാദികളൊന്നുമേ ഇല്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനും വന്നതു നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളങ്കൻ നിർഗുണനാത്മാ രഘുത്തമൻ യുനാദികേര അതിരേക വിഹീനൻ നിരഞ്ജന നാനാനപൂർണ നനന്ദനാകുലൻ. അങ്ങനെയുള്ള ഭഗവത്സ്വരൂപത്തിന് ദുഃഖാദി സംഭവിച്ചിരുന്നു. ഭക്താർത്ഥനായി വന്നു ഭക്തപ്രിയൻ വിരന്നീതിനാൻ ഭൂതലേ. ഭക്തിരഥാഭീഷ്ടസിദ്ധ്യാർത്ഥമായി വന്നു പങ്ക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം. പാലിപ്പതിനായി അവതരിച്ചിരിനാം വാലീശന്മാരെ മനുഷ്യാശ്വരന്മാർ. രാമവിഷയമീ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവനാദാമൃതം സേവിച്ചു രാമനെ നാരായണൻ അറിഞ്ഞുടൻ. പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകി ഞാനേവരും രാമസീതാരഹസ്യം മുഹുരീദൃശ്യ ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം. രാമദേവങ്കലുറച്ചോരു ഭക്തിയും മാമയദാസാശവും സിദ്ധിക്കുമേവനം. ശോഭനീയം രഹസ്യം പരമീദൃശ്യം വിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാൻ ഓർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. രാമാവിഷയീ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണൻ അറിഞ്ഞുടൻ. പൗരജനം പരമാനന്ദമായ ഒരു പരനിധിയിൽ മുഴുകിയനേവരും താപവും തീർന്നതു പൗരജനങ്ങളും. താപശ്രേഷ്ഠനും അവതാരൻ എഴുന്നള്ളി വനയാത്ര. രാഘവൻ താതനേകം പ്രവേശിച്ചുടൻ വ്യാകുലനേകം വണങ്ങിയരുൾ ചെയ്തു. കൈകേയ മാതാവ് തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസീതേ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്ന് പോവാനായി പുറപ്പെട്ടു. ഏത് മകളെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വേറെ നൽകി നാളമ്മയും ധന്യവസ്ത്രങ്ങളും ഉപേക്ഷിച്ചു രാഘവൻ വന്യജീരങ്ങൾ പരിഗ്രഹിച്ചിരിനാൻ. പുഷ്കരലോചനായ അനുജ്ഞയാകൽക്കലം ലക്ഷ്മണൻ താനും അടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയായ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചു കൊണ്ടാകുലാൽ ഉള്ളിലെന്നുള്ളതറിയാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളെ ഞാനിതു അങ്ങനെ ഞാനിതു ഗൗഡമുടക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗളദേവത വല്ലഭൻ രാഘവ ലിംഗിതൻ തഥാ വാങ്ങി പരുഷമാം തൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു. സൽക്കാരമാനം കലർന്നു നിന്നിരിനാൻ.
എന്നതു കണ്ടോരു താരങ്ങളും അന്യരായുള്ള ജനങ്ങളും ഒക്കവേ വന്നതു കാർത്താൽ കരയുന്നതു കേട്ടു. ഇന്നരുളീരും വസിഷ്ഠ മഹാമുനി ഗോവേന വർദ്ധിച്ചു കൈകേയി തന്നോട് താവേന ചൊല്ലിനാൻ എന്തിനു തോന്നുവാൻ ദുഷ്ടേ നിശാചരി നിർവൃത്ത മനസ്സേ കഷ്ടമോർത്തോളം കഠോര ശിലേഖലേ രാമൻ വനത്തിന് പോകണമെന്നല്ലോ താമസശിലേ വരത്തെ വരിച്ചു നീ. ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയതെന്തിനു കാരണം ഇതൊരു കാരണം. ഭക്ത്യാ പരിവ്രതനാകിയ ജാനകി ഭർത്താവിനോട് കൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിതയാത്രിയായി വ്യാപരം പൂണ്ടു അനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പരിമാനസം രമിപ്പിച്ചു സദാകാലം ഭക്ത ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിരുകെന്നേ വരൂ. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ സുമുദ്രരോടമേവമരുൾ ചെയ്തു രാജയോഗ്യം രഥമാശു വരുത്തുക. രാജീവനെ എത്ര പ്രയാണായ സത്വരം ഇത്തമുക്ത്യാ രാമഭക്താംബുരം പാർത്തു പുത്രാഹാരാമസമുദ്രേ ജനകജേ രാമ രാമ ത്രിലോകാവിരാമീരാ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥന് ഉൾക്കാമ്പഴിഞ്ഞു കരയുന്ന നേരവും ഒരുമിച്ചു നിർത്തി സുമദ്രനും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരേരുക സീതേ വിരവിൽ നീ നേരെ മിനിക്കളഞ്ഞീരരുതേതുമേ. സുന്ദരി വന്നിച്ചു തേരിൽ കരേറിനാ വല്ലഭനാകിയ രാമനും മനസ്സേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തതാണോ തൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണചാവസി തുണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്നിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോ സുമന്ത്രരും മാവുലാലുക്കേന തേരി നടത്തിനാൻ ഭുവനും നിൽക്കുന്നു ചൊല്ലാൻ രഘുനാഥനും. ഇന്നിത്രയേ ഉള്ളൂ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഭഗവാനേ